ഡാർവിനിസം പ്രപ്പോസ് ചെയ്തതാരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ഇംഗ്ലീഷായ നാച്ചുറലിസ്റ്റ് ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മെയിൻ പോയിന്റ് നോക്കിയേ. ഓർഗാനിസങ്ങൾ ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓർഗാനിസം മോർ നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാകുന്നു. അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. അതിൽ വേരിയേഷൻ ഉറപ്പായിട്ട് സംഭവിക്കും. എന്തുകൊണ്ട് വേരിയേഷൻ സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. മ്യൂട്ടേഷനും ക്രോസിംഗ് ഓവറും കാരണം അല്ലേ. അപ്പോൾ എന്ത് പറ്റുന്നു നോക്കിയത്, ഇൻഡിവിജ്വൽസ് വിത്തിൻ എ സ്പീഷീസ് എക്സിബിറ്റ് ഡിഫറൻറ്റ് ട്രൈറ്റ് സച്ച് സൈസ്, ഇമ്മ്യൂണിറ്റി, ബീക്ക് ഷേപ്പ് എക്സെട്ര. ഈ വേരിയേഷൻ എന്ത് ചെയ്യും? ചിലപ്പോൾ ബെനിഫിഷ്യൽ ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും ഹാംഫുൾ ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ സറൗണ്ടിങ്. ചിലപ്പോൾ ഒരിടത്ത് ഹാംഫുള്ളായി കിട്ടിയ ട്രൈറ്റ് കിട്ടി മറ്റൊരു സ്ഥലത്ത് ജനിച്ചതിന് ചിലപ്പോൾ അത് എന്തായിരിക്കും? ഗുണമായിരിക്കും. ഓക്കെ. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലേ, അവർക്കിടയിൽ എന്തുണ്ടാവും? സ്ട്രഗിൾ ഉണ്ടാവും അല്ലേ. ഡ്യൂ ടു ദ ലിമിറ്റഡ് റിസോഴ്സസ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ ആൻഡ് മേറ്റ്, ഓർഗാനിസംസ് കമ്പീറ്റ് ഫോർ സർവൈവൽ. ഈ പറയുന്ന സാധനം വിട്ടേക്ക്. ഇനി ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സർവൈവ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഡെഡ് ആവും. അങ്ങനെ നേച്ചർ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഓവർ ദ ടൈം ബെനിഫിഷ്യൽ ട്രൈറ്റ് ബിക്കം മോർ കോമൺ അല്ലേ. ഞാൻ പറഞ്ഞു മരം കയറാൻ അറിയാവുന്ന പുലികൾ കോമൺ ആവും. അപ്പം കുറേ വർഷം കൊണ്ട് നടന്നത്. നമ്മളിപ്പോൾ കാണുമ്പോൾ അവിടെ കാണുന്ന എല്ലാം മരം കയറുന്ന പുലികളായിരിക്കും. പക്ഷേ ആദ്യകാലം തൊട്ടേ പുലികൾ മരം കയറുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട പോയിന്റ്. ഓവർ ദ ടൈം ബെനിഫിഷ്യൽ ട്രൈറ്റ് ബിക്കം മോർ കോമൺ ഇൻ ദ പോപ്പുലേഷൻ ലീഡിങ് ടു ദ എവല്യൂഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ്. അങ്ങനെ മരം കയറാൻ അറിയാവുന്ന പുലികൾ എന്നൊരു സ്പീഷീസ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സീഡ് കൊത്തി തിന്നാൻ പറ്റുന്ന ആൾക്കാരാണ് കുരുവികളെന്ന് ജനറലി നമ്മളങ്ങ് തീരുമാനിക്കുന്നു. പക്ഷേ ആദ്യമേ അതായിരിക്കണമെന്ന് ഇല്ല. ഇതാണ് ഡാർവിനിസത്തിൽ പറയുന്നത്. ഓക്കെ. ഗാലപ്പാഗോസ് ഐലൻഡിലെ ഫിഞ്ചസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ബീക്കിലുണ്ടാകുന്ന ഡൈവേഴ്സിറ്റി 14ഓളം സ്പീഷീസ് ഉണ്ടായിരുന്നു ഗാലപ്പാഗോസ് ഐലൻഡിൽ. അതിനകത്ത് എന്തായിരിക്കും? വ്യത്യസ്തത സംഭവിച്ചു. കാരണം സീഡ് ഈറ്റിങ്ങിന് കട്ടിയുള്ള ബീക്ക് കിട്ടി, കാക്ടസ് ഫിഞ്ചിന് എന്ത് കിട്ടി? ലോങ് ആയിട്ടുള്ള ബീക്ക് കിട്ടി. സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് രണ്ടാമത് വന്നല്ലേ, സോറി, ഇൻസെക്റ്റിന് കഴിക്കുന്നതിനാണെങ്കിൽ എന്താണ്? ഷാർപ്പ് ബീക്കും കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഐലൻഡിൽ ആര് ജനിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സീഡുള്ള ഐലൻഡിൽ ജനിച്ച സ്ട്രോങ് ബീക്ക് ഉള്ളവൻ സർവൈവ് ചെയ്യും. കാക്ടസ് ഉള്ള ഐലൻഡിൽ ജനിച്ച ലോങ് ബീക്ക് ഉള്ളവൻ സർവൈവ് ചെയ്യും. ഇൻസെക്റ്റിനെ കഴിക്കുന്ന സ്ഥലത്ത് ജനിച്ച ഈ പറയുന്ന എന്താണ് ഫിഞ്ചസിൻ്റെ പോയിന്റഡ് ബീക്കുള്ളവൻ സർവൈവ് ചെയ്യും, ബാക്കിയുള്ളവൻ ഇല്ലാതാവും. അങ്ങനെയാണ് എവല്യൂഷൻ ഉണ്ടാവുന്നത്. ഓക്കെ. ഫിഞ്ചസ് വിത്ത് ബീക്ക് സ്യൂട്ട് ഫോർ ദ അവൈലബിൾ ഫുഡ് സോഴ്സസ് ആഡ് എ സർവൈവൽ അഡ്വാൻറ്റേജ്. അവൻ സർവൈവ് ചെയ്യും, അല്ലാത്തവൻ എന്ത് ചെയ്യും? വീഴും. ഇങ്ങനെയാണ് എന്ത് പറ്റുന്നത്? എവല്യൂഷൻ സംഭവിക്കുന്നത്. ചെടികളുടെ കാര്യത്തിൽ നടക്കുന്നത് ഇത് തന്നെയാണ് അല്ലേ. പ്ലാന്റ് ഒരുപാട് സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ഇപ്പോൾ ഡ്രൗട്ട് റെസിസ്റ്റൻസ് ആയിരിക്കാം, പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കാം, ഇൻസെക്ട് റെസിസ്റ്റൻ്റ് ആയിരിക്കാം. അവരെന്ത് ചെയ്യും? വളരും. അവരുടെ ക്യാരക്ടർ എന്ത് ചെയ്യും? പാസ് ഓൺ ചെയ്ത് പോകും. ഇതാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ ദ എർത്ത് എന്ന് അറിയപ്പെടുന്നത് ഈ പറയുന്ന എവല്യൂഷനെയാണ്. അങ്ങനെയാണ് നമ്മുടെ പ്രകൃതി ഇത്രയും വൈവിധ്യമായിട്ടുള്ള ഒന്നായിട്ട് മാറിയത്. ഓക്കെ. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് പുസ്തകം നോക്കുക. ഇനി നമുക്ക് വരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഡാർവിനിസം ആൻഡ് ലാമാർക്കിസം. ഇതിൽ ലാമാർക്ക് പറഞ്ഞത് എന്തായിരിക്കും? ഏർലിയർ പീരീഡിൽ ജിറാഫുകൾക്ക് ഷോർട്ട് നെക്ക് ആയിരുന്നു, ചെറിയ കഴുത്തായിരുന്നു. ഡാർവിൻ പറഞ്ഞത് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് എല്ലാം ഷോർട്ട് നെക്കുള്ളതായിരുന്നില്ല. ജിറാഫുകളിൽ ഷോർട്ട് നെക്കുള്ള ജിറാഫും ലോങ് നെക്കുള്ള ജിറാഫുകളും ഉണ്ട്. ജിറാഫുകളിൽ ഷോർട്ട് നെക്കുള്ള ജിറാഫും ഉണ്ട്, ലോങ് നെക്കുള്ള ജിറാഫും ഉണ്ട്. ലാമാർക്ക് പറഞ്ഞതനുസരിച്ച് ജിറാഫ് കഴുത്ത് നീട്ടുന്ന കാരണം എന്ത് പറ്റും? അതിൻ്റെ കഴുത്ത് നീണ്ടു വരുമെന്നാണ്. ഡാർവിൻ പറഞ്ഞത് അങ്ങനെയല്ല. നീണ്ട കഴുത്തുള്ള ജിറാഫുകളുണ്ടാവും, അവൻ കഴിക്കും, മറ്റവൻ കഴിക്കാതെ ചത്തുപോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവൻ്റെ കഴുത്ത് നീണ്ടു വരുന്നതൊന്നും അല്ല. ലാമാർക്ക് പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് കഴുത്ത് നീണ്ട് ജിറാഫുകൾ കുട്ടികളിലോട്ട് ആ കഴിവ് കൊടുക്കുകയും എന്ത് പറ്റും? കഴുത്ത് നീണ്ട ജിറാഫുകൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഡാർവിൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല. ഓൺലി ദ ജിറാഫ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ് ആൻഡ് ബിക്കം എ ന്യൂ സ്പീഷീസ് അല്ലേ. ഇല്ലാത്തവൻ ചത്തുപോയിട്ട് പിന്നീട് ഉണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്തുള്ള ചാൻസ് എന്തായിരിക്കും? മാക്സിമം കുട്ടികളും കഴുത്ത് നീണ്ടതും 1-2 എണ്ണം കഴുത്ത് നീളമില്ലാത്തതും ആയിരിക്കാം. നീളമില്ലാത്തവൻ്റെ സ്പീഷീസ് വർഷങ്ങൾ കഴിയുന്തോറും കുറഞ്ഞ് അങ്ങനെ ഒരു സ്പീഷീസേ ഇല്ലാതായിട്ട് നമ്മളിപ്പോൾ കാണുന്ന എല്ലാം കഴുത്ത് നീളമുള്ള ജിറാഫുകളാണ്. അതായത് പറയുന്നത് ലാമാർക്ക് പറഞ്ഞു എൻവയോൺമെൻറ്റ് കോസസ് ദ വേരിയേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ലാമാർക്ക് പറഞ്ഞു എന്താണ്? എൻവയോൺമെൻറ്റ് കാരണമാണ് വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഡാർവിൻ പറഞ്ഞു അങ്ങനെയല്ല, എൻവയോൺമെൻറ്റ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാനിവിടെ ഒരു ടേബിളിനകത്ത് ആ പോയിന്റുകളെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും.